നായക, ഉപനായക, പ്രതിനായക വേഷങ്ങളിൽ അരങ്ങുവാണ നടനാണ് തിക്കുറിശ്ശി സുകുമാരൻ നായർ. പല പ്രമുഖ നടീനടന്മാരുടെയും സിനിമാ ജാതകം തിരുത്തിക്കുറിച്ച മലയാള സിനിമയിലെ ആദ്യ സൂപ്പർ സ്റ്റാർ. മലയാള സിനിമ കണ്ട എക്കാലത്തെയും ബഹുമുഖ പ്രതിഭ. 47 വർഷത്തെ ചലച്ചിത്ര ജീവിതത്തിനിടയിൽ 700ഓളം സിനിമകളിലെ വേഷപ്പകർച്ച. നടൻ, നാടകകൃത്ത്, നിർമ്മാതാവ്, സംവിധായകൻ, ഗാനരചയിതാവ് എന്നീ നിലകളിൽ സാന്നിധ്യം. മലയാള സിനിമയുടെ തുടക്കം മുതൽ വളർന്ന പ്രതിഭയായിരുന്നു തിക്കുറിശ്ശി സുകുമാരൻ നായർ. ഇപ്പോൾ തമിഴ്നാടിന്റെ ഭാഗമായ കന്യാകുമാരി ജില്ലയിലെ തിക്കുറിശ്ശിയിൽ അധ്യാപകനായ മങ്കാട് സി ഗോവിന്ദപിള്ളയുടെയും ലക്ഷ്മിക്കുട്ടി അമ്മയുടെയും മകനായാണ് തിക്കുറിശ്ശി സുകുമാരൻ നായരുടെ ജനനം. 20-ാം വയസ്സിൽ ആദ്യ കവിതാ സമാഹാരമായ കെടാവിളക്ക് പ്രസിദ്ധീകരിച്ചു. അദ്ദേഹം രചിച്ച സ്ത്രീ, മായ, മാതൃക, ബ്രഹ്മചാരി, ജീവിതയാത്ര തുടങ്ങിയ നാടകങ്ങൾ കേരളക്കരയാകെ സ്വീകരിച്ചു. 1950-ൽ പുറത്തിറങ്ങിയ സ്ത്രീ എന്ന സിനിമയിൽ നായകനായാണ് സിനിമാ ലോകത്ത് അദ്ദേഹത്തിന്റെ അരങ്ങേറ്റം. ഈ സിനിമയുടെ തിരക്കഥ രചിച്ചതും തിക്കുറിശ്ശി തന്നെയാണ്. എന്നാൽ ചിത്രം പരാജയമായി. തുടർന്ന് 1951-ൽ കെ വേമ്പു സംവിധാനം ചെയ്ത ജീവിതനൗക എന്ന സിനിമയിലെ അഭിനയത്തിലൂടെ മലയാളത്തിലെ ആദ്യ സൂപ്പർ സ്റ്റാർ എന്ന പദവി കരസ്ഥമാക്കി. തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിലേക്ക് ചിത്രം ഡബ്ബ് ചെയ്തു. അവിടങ്ങളിലും ചിത്രം വൻ വിജയമായിരുന്നു. സാമൂഹിക പ്രസക്തിയുള്ള ഒരു പ്രമേയം ആസ്പദമാക്കി നിർമ്മിച്ച നവലോകം എന്ന ചിത്രത്തിൽ മിസ് കുമാരിയോടൊപ്പം അദ്ദേഹം അഭിനയിച്ചു. 1952-ൽ പുറത്തിറങ്ങിയ വിശപ്പിന്റെ വിളി, അമ്മ എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിലൂടെ അദ്ദേഹം തന്റെ സൂപ്പർ സ്റ്റാർ പദവി ഭദ്രമാക്കി. 1953-ൽ പുറത്തിറങ്ങിയ ശരിയോ തെറ്റോ എന്ന ചിത്രത്തിലൂടെ തിക്കുറിശ്ശി സംവിധായകനായി. അദ്ദേഹത്തിന്റെ അതേ പേരുള്ള നാടകത്തിന്റെ ചലച്ചിത്രാവിഷ്കാരമായിരുന്ന ഈ ചിത്രത്തിന്റെ തിരക്കഥ, സംഭാഷണം, ഗാനങ്ങൾ എന്നിവ എഴുതിയതും പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചതും അദ്ദേഹമാണ്. സിനിമയിൽ തിക്കുറിശ്ശി സ്പർശം ഏൽക്കാത്ത മേഖലകൾ ഉണ്ടായിരുന്നില്ല. തൊട്ടതെല്ലാം പൊന്നാക്കുക എന്ന പഴഞ്ചൊല്ല് തിക്കുറിശ്ശിയുടെ കാര്യത്തിൽ അന്വർത്ഥമായിരുന്നു. ഹരിശ്ചന്ദ്രയിലെ ആത്മവിദ്യാലയമേ എന്ന പാട്ട് കേൾക്കുമ്പോൾ കമുകറ പുരുഷോത്തമൻ മാത്രമല്ല, തോൽ വസ്ത്രങ്ങളുമണിഞ്ഞ് ചുടലേക്ക് തീ കൂട്ടുന്ന തിക്കുറിശ്ശിയും മലയാളിയുടെ മനസ്സിൽ തെളിയും. ജീവിതനൗകയിലെ സോമൻ, മിഥുനത്തിലെ കുറുപ്പ് മാസ്റ്റർ, കാഴ്ചക്കപ്പുറത്തെ പരമപിള്ള, വരവേൽപ്പിലെ ആബൽ ബാന്ധവൻ ഗോവിന്ദൻ നായർ. തിക്കുറിശ്ശി അനശ്വരമാക്കിയ കഥാപാത്രങ്ങൾ നിരവധിയാണ്. കാർക്കൂന്തൽ, കെട്ടിലെന്തിന്, വാസനത്തൈലം ഉൾപ്പെടെ ഓർമ്മകളിലേക്ക് വഴി നടത്തുന്ന നിരവധി ഗാനങ്ങൾക്ക് അദ്ദേഹം തൂലിക ചലിപ്പിച്ചു. 7 സിനിമകൾക്ക് തിരക്കഥ രചിച്ച തിക്കുറിശ്ശി 7 സിനിമകൾ സംവിധാനം ചെയ്തു. തമിഴിൽ MGR, ശിവാജി ഗണേശൻ എന്നിവർക്കൊപ്പം അഭിനയിച്ചു. പത്മശ്രീ അടക്കം 250ഓളം പുരസ്കാരങ്ങൾ ലഭിച്ചു. അബ്ദുൾ ഖാദറിനെ പ്രേംനസീറാക്കി പേരുമാറ്റിയ അദ്ദേഹം രാജൻ പി ദേവിന്റെ അച്ഛനായിരുന്ന ദേവസിയെ SJ ദേവും, മാധവൻ നായരെ മധുവും, കെ ബേബി ജോസഫിനെ ജോസ് പ്രകാശും, കുഞ്ഞാലിയെ ബഹദൂറും, പത്മദളാക്ഷനെ കുതിരവട്ടം പപ്പുവുമാക്കി. 1989-ൽ ഇളയമകൾ കനകശ്രീയുടെ മരണം തിക്കുറിശ്ശിയെ ആകെ തളർത്തി. പിന്നീട് കാഷായ വേഷം ധരിച്ചാണ് അദ്ദേഹം ജീവിച്ചത്. 1997 മാർച്ച് 11-ന് തിക്കുറിശ്ശി സുകുമാരൻ നായർ ഈ ലോകത്തോട് വിട പറയുമ്പോൾ മലയാളത്തിന് നഷ്ടപ്പെട്ടത് മലയാള സിനിമയിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാറിനെയായിരുന്നു.